ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ CGL 2025 വേണ്ടിയുള്ള ക്ലാസ് സീരീസിൽ നമ്മൾ ഇന്ന് ജോമെട്രി എന്ന് പറയുന്ന അഡ്വാൻസ് മാത്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവുകയാണ്. ഇതിനോടകം ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം കാണുക. അരിത്തമെറ്റിക്കലിലെ ഒരുപാട് ചാപ്റ്റേഴ്സും അതുപോലെ ഓൾജിബ്രയുടെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സുകളെല്ലാം കണ്ടു പഠിക്കുക. ബിഗിനർ ലെവലായിട്ടുള്ളവരായാലും ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചു പോയെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു സീരിയസ്നെസ് കൊടുത്ത് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. മുന്നത്തെ ക്ലാസ്സുകളെല്ലാം ഓരോന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണുന്നവർക്ക് നല്ല വ്യത്യാസം നിങ്ങളുടെ മാത്സിൽ ഉണ്ടാക്കാൻ പറ്റും. വളരെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ മാത്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യവും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണ്. എല്ലാ എക്സാമുകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും പഠിക്കാവുന്ന രീതിയിൽ. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിലും മികച്ച ഒരു കണ്ടന്റ് അല്ലെങ്കിൽ അവസരം നിങ്ങൾക്ക് കിട്ടാനില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ പോയി പഠിക്കുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ കിട്ടുക എന്നുള്ളത് വളരെ പാടാണ്. അപ്പോൾ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അടുത്തിരുന്ന് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നിന്ന് പറഞ്ഞു തരാനോ നമുക്ക് ശ്രദ്ധിക്കാനോ ഉള്ള അവസരങ്ങൾ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഓൺലൈൻ ക്ലാസ് എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു 6 മാസം കംപ്ലീറ്റ് ആകുന്ന നിങ്ങൾക്ക് ഒരു 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ അതിന് വേണ്ട കാര്യം എന്താണ്? ഡെഡിക്കേഷൻ, നിങ്ങളുടെ മൈൻഡാണ്. അതുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ പോകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് എടുത്ത് ക്വാളിറ്റി കണ്ടന്റ് എന്ത് ചെയ്യാം, പഠിക്കാവുന്നതാണ്. അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കണ്ട് നോക്കാവുന്നതാണ്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത് വേർത്താണ് എന്ന് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ച് തുടങ്ങാവുന്നതാണ്. ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പ്രീവിയസ് ആയിട്ട് CGL ചോദിച്ചിട്ടുള്ള എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ദ ലെങ്ത് ഓഫ് ദ കോമൺ കോഡ് ഓഫ് 2 സർക്കിൾസ് ഓഫ് റേഡിയൈ 15 സെൻറ്റിമീറ്റർ ആൻഡ് 13 സെൻറ്റിമീറ്റർ ഹൂസ് സെൻറ്റേഴ്സ് ആർ 14 സെൻറ്റിമീറ്റർ അപ്പാർട്ട്. അതായത് 2 സർക്കിളുണ്ട്, അതിൻ്റെ സെൻറ്റേഴ്സ് എന്താണ്? 14 സെൻറ്റിമീറ്റർ ദൂരമാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 14 സെൻറ്റിമീറ്റർ തന്നിട്ടുള്ളത്. അതിൻ്റെ റേഡിയസ് ഒരെണ്ണത്തിൻ്റെ 15 ആണ്, ഒരെണ്ണത്തിൻ്റെ 13 ആണ്. അങ്ങനെയാണെങ്കിൽ ആ 2 സർക്കിളിൻ്റെയും കോമൺ കോഡിൻ്റെ ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആ 2 സർക്കിൾ ഒന്ന് വരച്ച് നോക്കാം. ഇത് ഒന്നാമത്തെ സർക്കിളാണ്. രണ്ടാമത്തെ സർക്കിളൂടെ വരയ്ക്കാം. നമ്മൾ രണ്ടാമത്തെ സർക്കിൾ ആണെങ്കിൽ ഇവിടെ പറയുന്നു നമുക്ക് കോമൺ കോഡിൻ്റെ ലെങ്ത് ആണ് വേണ്ടത്. അപ്പോൾ കോമൺ കോഡിൻ്റെ ലെങ്ത് വേണമെങ്കിൽ നമുക്ക് ഒന്നാമത്തെ എൻ്റെ സെൻറ്റർ ഇതാണെന്ന് വെച്ചോ, രണ്ടാമത്തെ സെൻറ്റർ ഇതാണെന്ന് വെച്ചോ. അപ്പോൾ ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, 14 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ റേഡിയസ് അറിയാം, യെസ്, ഒന്നാമത്തെ റേഡിയസ് അറിയാം. അതുപോലെ രണ്ടാമത്തെ സർക്കിളിൻ്റെയും റേഡിയസ് അറിയാം. ഒന്നാമത്തെ റേഡിയസ് എത്രയാണ്? 15, ഇത് 13 ആണ്. അപ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇതാണ് കോമൺ കോഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഈ ഒരു കോഡാണ് അതിൻ്റെ കോമൺ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ കോഡിൻ്റെ ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇത് 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി നമ്മൾ ഒരു സർക്കിളിൽ സെൻട്രലിൽ നിന്നും കേന്ദ്രത്തിൽ നിന്നും നമ്മൾ 90 ഡിഗ്രി ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ആ കോഡിനെ എന്ത് ചെയ്യും? ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും, അതായത് ബൈസെക്റ്റ് ചെയ്യും. അതായത് നമുക്ക് തിരിച്ചും പറയാം, ഒരു സർക്കിളിൻ്റെ സെൻട്രലിൽ നിന്നും ആ ഒരു കോഡെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഇതിനെ ബൈസെക്റ്റ് ചെയ്യുന്ന ആ ഒരു ലൈൻ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ സർക്കിളിൻ്റെ ക്ലാസ് ഓൾറെഡി CGL 2023 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. സർക്കിളിൻ്റെ 3 ക്ലാസ്, അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള സർക്കിളിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി വരയ്ക്കുന്നതുകൊണ്ട് എനിക്ക് എന്ത് പറയാം? ഇതെല്ലാം 90 ഡിഗ്രിയാണ്, ഇത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് AD ആണ് നമ്മുടെ കോഡ് എന്നുണ്ടെങ്കിൽ ഇത് B ആണെന്ന് വെച്ചോ. അപ്പോൾ ABയും BD എന്ത് തന്നെയാണ്? ഈക്വലാണ്. അപ്പോൾ ABയുടെ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ADയുടെ ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? AB എന്ന് പറയുന്ന വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. ഇനി നമുക്ക് എങ്ങനെ AB കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പരിപാടി. അപ്പോൾ ഞാൻ ഈ ഒരു ഡിസ്റ്റൻസിനെ ഞാൻ X അല്ലെങ്കിൽ 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? 14 - 6 ആയിരിക്കും. എന്തുകൊണ്ടാണ് 14 - 6 വരുന്നത്? ടോട്ടൽ ഇത് Oയും ഇത് O1ഉം O2 ആണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ്, ഇനിയുള്ള എല്ലാ ക്ലാസ്സിലും ഞാൻ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ആദ്യമേ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എക്സാമിന് വേഗത്തിൽ ചെയ്യാമെന്ന് പറയാം. അല്ലാതെ ഞാൻ എക്സാം ചെയ്തിട്ട് മാത്രം പറഞ്ഞാൽ
ഒരുപാട് പേര് ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ്. ഓക്കെ, നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ എന്തായാലും ഓൺലൈൻ ക്ലാസ്സിൽ എടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയായാലും സ്പീഡ് ഒരു പ്രശ്നം വരത്തില്ല. അപ്പോൾ പുതുതായിട്ട് വരുന്ന കുട്ടികളുണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുന്നത്, പക്ഷേ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ O1 O2 സെൻറ്റേഴ്സ് ആണെങ്കിൽ ടോട്ടൽ O1 O2ൻ്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 14 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ O1 മുതൽ B വരെയുള്ള ദൂരം 6 ആണെങ്കിൽ B മുതൽ O2 വരെ എന്താണ് 14 - 6. ഇവിടെ 15 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. നമുക്ക് ഈ ഡിസ്റ്റൻസാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കോമൺ സെൻസ്, ട്രിപ്ലറ്റ് എന്ന് പറയുന്ന ആ ഒരു കോമൺ സെൻസ് നിങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ ട്രിപ്ലറ്റ് എന്താണെന്നും കാര്യങ്ങളും എല്ലാം ട്രിഗ്നോമെട്രിയുടെ ക്ലാസ്സുകളിൽ ഓൾറെഡി നമ്മൾ പഠിക്കുന്നതാണ്, പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ട്രിപ്ലറ്റിൻ്റെ ഒരു കണ്ടീഷൻ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് 15 ഉണ്ട്, ഇവിടെ 13 ഉണ്ട്. 15നെയും 13നെയും കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ വേണം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ നോക്കുമ്പോൾ 14 ഉണ്ട്, 12 ഉണ്ട്, 15 ഉണ്ട്, 24 ഉണ്ട്. അപ്പോൾ ഇതെന്തിൻ്റെ വാല്യൂ ആണ്? ADയുടെ കംപ്ലീറ്റ് വാല്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് AB ആണ് വേണ്ടത്. AB എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതിയാണ് ഇവിടെ വരുന്നത്. അതായത് നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ആ പകുതി വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ AB 7 വരും. 15 7 എന്ന് പറഞ്ഞാൽ ട്രിപ്ലറ്റിനകത്ത് വരുന്നതല്ല. 12 വന്നാൽ ഇവിടെ 6 വരും. 15 6 ട്രിപ്ലറ്റ് വരുന്നതല്ല. 13 6 ഒരിക്കലും ട്രിപ്ലറ്റ് വരുന്നതല്ല. 15 കൊടുത്താലും 7.5 വരും. 7.5 അവിടെ നിൽക്കട്ടെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 7.5യും 13 ഒന്നും ട്രിപ്ലറ്റ് വരുന്നതല്ല. 24 വരുന്ന സമയത്ത് 12 വരും. അപ്പോൾ ഇവിടെ AB 12 ആണെങ്കിൽ ഇതാണ് ഓപ്ഷൻ വഴിയൊക്കെ ചെയ്യുന്ന ഒരു ആളും സാധാരണ കാൽക്കുലേഷൻ എക്സും വൈയും ഇട്ട് ചെയ്യുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസം. ഇത് എക്സും വൈയും ഇട്ട് 15ൻ്റെ സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ഈക്വൽ ടു 13ൻ്റെ സ്ക്വയർ മൈനസ് 14 മൈനസ് 6ൻ്റെ ഹോൾ സ്ക്വയർ എന്നൊക്കെ കണ്ടുപിടിച്ച് 6ൻ്റെ വാല്യൂ ഇട്ട് പിന്നെ AB കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെയാണ് ഈ ഓപ്ഷൻ വഴി ചെയ്യുന്ന ആൾക്കാരുടെ, അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരുടെ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 12, ഇവിടെ 12 കൊടുത്തു കഴിഞ്ഞാൽ 15 12 അല്ലെങ്കിൽ 13 12 5 എന്താണ് 13 12 5 ട്രിപ്ലറ്റ് ആണ്. അതുപോലെ 15 12 റേഷ്യോ എത്ര വരും? 15 12 9 റേഷ്യോ എടുക്കുമ്പോൾ 3 വെച്ചിട്ടുമ്പോൾ 5, ഇവിടെ 4, ഇവിടെ 3, 5 4 3 ട്രിപ്ലറ്റ് ആണ്. 5 × 3 4 × 3 3 × 3 ഒക്കെ ട്രിപ്ലറ്റ് ആണ്. ട്രിപ്ലറ്റിൻ്റെ ക്ലാസ് ട്രിഗ്നോമെട്രിയുടെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പഠിക്കാം. ഇവിടെ 15 ആണെങ്കിൽ ഇവിടെ 12 വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? ഇവിടെ 9 വരും. ഇവിടെ 14 - 9 5 വരും. നമ്മുടെ എന്ത് ചെയ്തു? എല്ലാം സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈസി ആയിട്ട് പറയാം, ABയുടെ വാല്യൂ എന്താണ്? AB = 12 സെൻറ്റിമീറ്റർ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ AD എന്ന് പറയുന്ന ലെങ്ത് എന്തായിരിക്കും? ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും. അത് ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിച്ചത്? ഇവിടെ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി. അപ്പോൾ ADയുടെ വാല്യൂ 2 × 12 24. നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനിൽ നിന്നും ഈ ഒരു ക്വസ്റ്റിനെ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെത്തേഡ്. എക്സാമിന് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഫിഗർ വരയ്ക്കേണ്ടി വരും. ഫിഗർ വരയ്ക്കാൻ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. ഫിഗർ വരച്ചു, നമുക്ക് മനസ്സിലായി ഈ ഒരു ഡിസ്റ്റൻസ് 15ഉം 13ഉം ആണെന്ന് മനസ്സിലായി. ടോട്ടൽ 14 ഉണ്ട്. നമുക്ക് ഈ പകുതിയാണ് വേണ്ടത്. ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അത് 14 മൈനസ് ഇത് എക്സ് ആണെങ്കിൽ ഇത് 14 മൈനസ് എക്സ് ആയിരിക്കും. ഓപ്ഷൻ നോക്കി ഇവിടെ 12 വന്നു കഴിഞ്ഞാൽ ഇവിടെ 5 വരണം, ഇവിടെ 12 വന്നു കഴിഞ്ഞാൽ 9 വരണം. അപ്പോൾ 14 മൈനസ് 9 5 സാറ്റിസ്ഫൈയും ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ഡി ആൻസർ കൊടുക്കാം. പക്ഷേ ഇത്രയും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി അറിയണം, ഫിഗർ വരച്ച് നല്ല പ്രാക്ടീസ് ഉണ്ടാവണം, ഓപ്ഷൻ വഴി എന്ത് ചെയ്യണം? ചെയ്ത് സെറ്റ് ആവണം. അപ്പോൾ ആ ട്രിപ്ലറ്റിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ABയും CDയും 2 പാരലൽ കോഴ്സാണ്, സെയിം സൈഡ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ തമ്മിൽ തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് ദ സർക്കിൾ. നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ, നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. യെസ്, കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്തേ. In the given figure, a circle is inscribed in triangle PQR. PQR എന്ന് പറയുന്ന ട്രയാങ്കിളിൽ എന്ത് ചെയ്യുന്നു? ഒരു സർക്കിൾ ഇൻസ്ക്രൈബ് ചെയ്യുന്നു. Such that it touches the sides PQ, QR and RP at points D, E and M respectively. So PQനെ Dയിലും RQനെ Eയിലും RPയെ Fയിലും. If the length of the side PQ വന്നിട്ടുണ്ട് 18, QR വന്നിട്ടുണ്ട് 13, RP വന്നിട്ടുണ്ട് 15 ആണെങ്കിൽ find the length of PD. PD എന്ന് പറയുന്ന ലെങ്ത് ആണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ട് ഉണ്ട്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇത് കുറച്ച് ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ, എക്സ്റ്റീരിയൽ പോയിന്റിൽ നിന്നും ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്റ്റീരിയൽ പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന ടാൻജൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ ലെങ്തും ഈ ലെങ്തും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണ്. അത് വെച്ചിട്ട് നമ്മൾ ഓരോന്നിനും എക്സും വൈയും ഒക്കെ ഇട്ട് കൊടുത്ത് ആണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ എക്സും വൈയും ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ഷോർട്ട് കട്ട് ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് PD ആണ് വേണ്ടതെന്ന് വെച്ചോ. PD ആണ് വേണ്ടത്. PD എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് വേണം? സെമി പെരിമീറ്റർ. S എന്ന് പറഞ്ഞാൽ സെമി പെരിമീറ്റർ ആണ്. അപ്പോൾ സെമി പെരിമീറ്ററിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മളുടെ
ഇപ്പോൾ പി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഡി എങ്ങോട്ടാണ്, ഏതിലോട്ടുള്ള വെർട്ടെക്സ് ആണ്? ഈ ഒരു പി എന്ന് പറയുന്ന പോയിന്റിലുള്ള വെർട്ടെക്സ് ആണ്. അപ്പോൾ സെമി പെരിമീറ്ററിൽ നിന്ന് എന്ത് ചെയ്യണം? ഇതിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണോ അത് കുറയ്ക്കുക. ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ക്യു ആർ ആണ്. അപ്പോൾ എസിൽ നിന്നും സെമി പെരിമീറ്ററിൽ നിന്നും ക്യു ആർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പി ഡി കിട്ടും. അപ്പോൾ പി ഡിയുടെ ആൻസർ നിങ്ങൾക്ക് എന്ത് പറയാം? പി ഡി എന്ന് പറഞ്ഞാൽ സെമി പെരിമീറ്റർ. സെമി പെരിമീറ്റർ എത്ര വരുന്നത്? പെരിമീറ്ററിന്റെ പകുതിയാണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുമുള്ള ദൂരമാണ് കേട്ടോ. അപ്പോൾ 18. ഇപ്പോൾ വേറൊരു കാര്യം ഞാൻ പറയാം, ഡെയിലി കാൽക്കുലേഷൻ്റെ എക്സസൈസ്. ഇപ്പോൾ നിങ്ങൾ പല സ്ഥലത്തും കാണും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞിരിക്കണം എന്ന് പറയും. മാത്സ് പഠിക്കാൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞിരിക്കണം, പഠിക്കണം എന്ന് പറയും. എങ്ങനെ അറിഞ്ഞിരിക്കണം? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം, ഒരു 5 ദിവസം നിങ്ങൾ കാണാതെ പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാം. 6ാം ദിവസം കൊണ്ട് നോക്കുന്നില്ല. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലെന്താ വിചാരം? നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാമെന്നാണ്. പക്ഷെ ആ അറിയുന്ന കാര്യവും നമ്മൾ എല്ലാ ദിവസവും എഴുതി പഠിക്കുന്ന കാര്യം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മാത്രമല്ല, നമ്മൾ ഈ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഡിവൈഡ് ചെയ്യുന്നതും പെർസെൻറ്റേജ് എടുക്കുന്നതും ആൽഫബറ്റ്സിൻ്റെ വാല്യൂ, അതെല്ലാം നമ്മളുടെ ഡെയിലി ഉള്ള ഒരു എന്താ പറയുക, നമ്മൾ ഈ എക്സസൈസ് ചെയ്തില്ലേ, നമ്മളതിൽ മൈൻഡിൽ നമ്മൾ എന്താ ഫുഡ് കഴിക്കത്തില്ലേ, അതുപോലുള്ളൊരു പ്രവൃത്തിയാണ്. അപ്പം നിങ്ങൾ വേറെ എവിടെയെങ്കിലും മാത്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ടേബിൾ അറിയണം, സ്ക്വയർ അറിയണം, ക്യൂബ് അറിയണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ അറിയണം, എങ്ങനെ ചെയ്യണം, അതാണ് അതിനുള്ള ഉത്തരമാണ് സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് എന്ന് പറയുന്ന വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ലീൻ എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു സാറിൻ്റെ മെത്തേഡാണ്, പുള്ളി പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ് സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ്. അത്രമാത്രം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അത് ഡെയിലി എഴുതുക. എത്ര സമയം ഇല്ലെങ്കിലും, എത്ര നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ, നിങ്ങൾ മാത്സ് പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്തിരിക്കണം. വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുക. ഒരുപാട് വ്യത്യാസം നിങ്ങളുടെ മാത്സിനോടുള്ള അപ്രോച്ച് തന്നെ ഉണ്ടാവും. പക്ഷെ ഇത് എന്ന് ചെയ്യുക, നിങ്ങളുടെ അപ്പോയിൻമെന്റ് ലെറ്റർ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി എന്ന് നിങ്ങൾക്ക് കിട്ടുന്നു അന്ന് വരെ ഇത് ചെയ്യുക. അത് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. എത്ര പേര് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും അറിയാൻ പറ്റും. നിങ്ങളുടെ തിങ്കിങ് എബിലിറ്റി കൂടുന്നതും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും. അത് എഴുതി തന്നെ ചെയ്യണം, വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല. അത് പറഞ്ഞിരിക്കുന്നത് എന്താണോ അത് ചെയ്യാം. 30 മിനിറ്റ് നിങ്ങൾ ടൈമറിട്ട് ചെയ്താൽ മതി. പറ്റുന്നത് ചെയ്യാം. അടുത്ത ദിവസം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുക. അപ്പോൾ പി ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ സെമി പെരിമീറ്റർ 18, 31, 46 ഇങ്ങനെ കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് ഡെയിലി ചെയ്യണം. 46/2 അതിൻ്റെ പകുതിയാണ് 23. 23 സെമി പെരിമീറ്റർ. അതിൽ നിന്നും ഇതിന് ഓപ്പോസിറ്റുള്ള സൈഡ് ക്യു ആർ എത്രയാണ്? 13. 23 - 13 10 സെന്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചതേ പി ഡിക്ക് പകരം ആർ ഇ ആയിരുന്നെങ്കിലോ, ആർ ഇക്ക് പകരം എഫ് ആർ അല്ലെങ്കിൽ പി എഫ് ആയിരുന്നെങ്കിലോ, പി എഫ് വേണ്ട, എഫ് ആർ ആയിരുന്നെങ്കിലോ എന്ത് കിട്ടിയേനെ? ആർ ഇ ആയിരുന്നു നിങ്ങൾക്ക് ചോദിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ? ആർ ഇ എന്ന് പറഞ്ഞാൽ സെമി പെരിമീറ്റർ. 23 നിന്നും ആർ ഇ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് ആർ ഇ. അപ്പോൾ ആർ ഇ എന്ന് പറയുന്ന ആ ഒരു ലൈൻ മുട്ടുന്ന വെർട്ടെക്സ്, അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പം സെമി പെരിമീറ്റർ 23 നിന്നും പി ക്യൂ കുറയ്ക്കുക. പി ക്യൂ എന്ന് പറഞ്ഞാൽ 18 18 കുറയ്ക്കുക 5 സെന്റിമീറ്റർ ആയിരിക്കും ഇത്. അതായത് ആർ ഇ എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് എഫ് ആർ ആയിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ എഫ് ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സെമി പെരിമീറ്റർ. അതും 5 സെന്റിമീറ്റർ ആയിരിക്കും. കാര്യം ആർ ഇ എഫ് ആർ എന്താണ്? ഈക്വൽ ആണ്. ഒരു എക്സ്റ്റീരിയർ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജൻസ്. നല്ല രസമാണ് മാത്സ് പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം, അതേ ഉള്ളൂ. പി എഫ് ആർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, എഫ് ആർ അത് തന്നെയാണ്, 5 തന്നെയാണ്. കാര്യം അതിൽ നിന്ന് ഓപ്പോസിറ്റുള്ള 18 തന്നെയാണ് കുറയ്ക്കുന്നത്. ഇനിയിപ്പം പി എഫ് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിലോ, പി എഫ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? പി എഫ് എന്ന് പറഞ്ഞാൽ സെമി പെരിമീറ്റർ 23 നിന്നും പിയിലോട്ടുള്ള എന്ത് തന്നെ ആയിരിക്കും? പി ഡി തന്നെ ആയിരിക്കും. പി എഫും പി ഡി ഈക്വൽ തന്നെ ആയിരിക്കും. 13 കുറയ്ക്കുക 10 തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് ഇല്ലാത്ത തരാം, ഇത് ഇക്യു അല്ലെങ്കിൽ ഡി ക്യു ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെമി പെരിമീറ്റർ 23 നിന്ന് എന്ത് ചെയ്യുക? ഡി ക്യൂവിന് ഓപ്പോസിറ്റുള്ള എത്ര കുറയ്ക്കുക? പി ആർ കുറയ്ക്കുക. പി ആർ എന്ന് പറഞ്ഞാൽ 15. 21 15 8 കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് 8 ആണ്, ഇത് 10 ആണ്, ഇത് 10 ആണ്. ഇവിടെ നോക്ക്, ഇത് 15, ഇത് 13, 18 കൂട്ടുമ്പോൾ 46 വരികയും ചെയ്തു. ഒരു ക്വസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്തു? ഫുള്ളായിട്ട് ഡീകോഡ് ചെയ്തെടുത്തു. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. ഈ ക്വസ്റ്റിനും നല്ല രീതിയിൽ, ഇനി ഈ ക്വസ്റ്റ്യൻ വന്നാൽ പേന എടുക്കാതെ ജോമെട്രി ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്ന കണ്ടോ? എല്ലാം പറ്റും. ആ പഠിക്കേണ്ട രീതിയിൽ പഠിക്കുക എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പെൻ ഫ്രീ ആയിട്ട് നമുക്ക് ജോമെട്രി ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചാൽ പറ്റും. എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം. ഇവിടെ പി ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെമി പെരിമീറ്റർ 23 എന്ത് ചെയ്യുക? അതിൻ്റെ ഓപ്പോസിറ്റുള്ള ക്യു ആർ 13 കുറയ്ക്കുക, 10 മാർക്ക് ചെയ്ത് പോയി. അതങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇത് എഴുതി എക്സും വൈയും ഒക്കെ ഇട്ട് മറ്റേ രീതിയിൽ ചെയ്യുന്നവരുണ്ട്. എങ്ങനെ പോകണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പം ആദ്യത്തെ തവണ തന്നെ ബേസിക് മെത്തേഡ് എക്സും വൈയും ഒക്കെ ഇട്ട് പഠിക്കേണ്ടതെന്നല്ല, കാര്യം മനസ്സിലാക്കണം, എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. 18 ചെയ്തേ.
ചെയ്തേ. യെസ്, ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ട്രയാങ്കിൾ എ ബി സി ഡി പാരലൽ ടു ബി സി വേർ ഡി ഈസ് എ പോയിന്റ് ഓൺ എ ബി ആൻഡ് ഇ ഈസ് എ പോയിന്റ് ഓൺ എ സി. ഇഫ് ഡി ഡിവൈഡ്സ് ഏരിയ ഓഫ് എ ബി സി ഇൻറ്റു ടു ഈക്വൽ പാർട്സ് ദെൻ ഡി ബി ഈസ് ടു എ ബി. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സിമിലാരിറ്റി വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, സി ജി എല്ലിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കാം. ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ്. അപ്പോൾ എ ബി സി ട്രയാങ്കിളിൽ എന്താ ഇവർ പറയുന്നത്? ഡി എന്ന് പറയുന്ന ലൈൻ പാരലൽ ടു ബി സി ആണ്. യെസ്, ഡി എന്ന് പറയുന്ന ലൈൻ പാരലൽ ടു ബി സി ആണ്. ആയിക്കോട്ടെ, ഡി പാരലൽ ടു ബി സി ആണ്. അപ്പോൾ ഡി പാരലൽ ടു ബി സി ആവുന്ന സമയത്ത് നമുക്കറിയാം തേൽസ് തിയറം അനുസരിച്ച് എ ഡി എന്ന് പറയുന്ന ചെറിയ ട്രയാങ്കിളും എ ബി സി എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളും എന്താണ്? സിമിലർ ആണ്. സിമിലാരിറ്റി അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. സിമിലാരിറ്റിയുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ട്രയാങ്കിളിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്, അത് കാണുന്നവർക്ക് കാണാം. ഇപ്പോൾ ഡി എന്ന് പറയുന്നത് ഡിവൈഡ്സ് ഏരിയ ഓഫ് എ ബി സി ഇൻറ്റു ടു ഈക്വൽ പാർട്സ്. അതായത് ഇതിൻ്റെ ഏരിയ ഒന്നാണെങ്കിൽ ഇവിടെ എന്താണ്? ഏരിയ ഒന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി ബിയുടെയും എ ബിയുടെയും റേഷ്യോ ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, രണ്ട് സിമിലർ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ റേഷ്യോ എന്താണോ അതിൻ്റെ റൂട്ടായിരിക്കും സൈഡിൻ്റെ റേഷ്യോ. എന്താ പറഞ്ഞത്? രണ്ട് സിമിലർ ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ കറസ്പോണ്ടിങ് സൈഡിൻ്റെ സ്ക്വയേഴ്സിന് പ്രൊപ്പോർഷണലായിരിക്കും എന്ന് പറയുന്നത് ഏരിയ. അതായത് ഏരിയ അറിയാമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ റൂട്ട് എടുത്താൽ മതി. ഏരിയ അറിയാമെങ്കിൽ ഏരിയയുടെ റൂട്ട് എടുത്താൽ എന്ത് കിട്ടും? സൈഡിൻ്റെ കറസ്പോണ്ടിങ് സൈഡ് കിട്ടും. ഇവിടെ കറസ്പോണ്ടിങ് സൈഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? രണ്ട് സിമിലർ ട്രയാങ്കിളിൻ്റെ. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ മാത്രം ചെയ്തു പോകണ്ട, നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ പഠിക്കാം. കറസ്പോണ്ടിങ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് പാരലായതുകൊണ്ട് ഈ ആംഗിളും ഈക്വൽ ആണ്. പാരലായതുകൊണ്ട് ഈ ആംഗിളും ഈക്വൽ ആണ്. ഇത് കോമൺ ആയിട്ടുള്ള ആംഗിളാണ്. ഇപ്പോൾ കറസ്പോണ്ടിങ് സൈഡ് ആരാ? എവന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എ ഡി ആണ്. എവന് കറസ്പോണ്ടിങ് അതേ സെയിം ആംഗിൾ പാരലായതുകൊണ്ട് ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗിളാണ്. ഇതിന് ഓപ്പോസിറ്റുള്ള ഈ എ ബി എന്ന് പറഞ്ഞാണ് ഇവിടെ വലിയ ട്രയാങ്കിളിലെ കറസ്പോണ്ടിങ്. എ ഡി ബൈ എ ബി ഈക്വൽ ടു ഇത് ചെറിയ ട്രയാങ്കിളിനകത്ത് ഇതിന് ഓപ്പോസിറ്റ് എ ആണെങ്കിൽ വലിയ ട്രയാങ്കിളിനകത്ത് ഈ ഒരു ആംഗിളിന് ഓപ്പോസിറ്റ് എ സി ആണ്. ഇപ്പോൾ എ ബൈ എ സി ഈക്വൽ ടു അങ്ങനെയൊക്കെ എഴുതാം. അത് സിമിലാരിറ്റി അപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ നമുക്ക് എന്താ? ഡി ബിയുടെ എ ബിയുടെ റേഷ്യോ ആണ് വേണ്ടത്. ഇവിടെ നമ്മൾ സിമിലാരിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ വലുത് ചേർന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പഠിക്കണം. ഇതറിയാമെങ്കിൽ പിന്നെ എല്ലാ ക്വസ്റ്റിനും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞു നമുക്ക് പറയാം. ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ ആവശ്യമില്ല, പക്ഷെ പഠിക്കാം. ചെറിയ ട്രയാങ്കിൾ എടുത്തു. ചെറിയ ട്രയാങ്കിളിനകത്ത് ഈ ഒരു ആംഗിളിന് ഓപ്പോസിറ്റ് എ ഡി ആണ്. വലിയ ട്രയാങ്കിൾ എടുത്തു. വലിയ ട്രയാങ്കിളിനകത്ത് അതേ ആംഗിളിന് ഓപ്പോസിറ്റ് എന്താണ്? എ ബി ആണ്. ഇപ്പോൾ എ ഡി ബൈ എ ബി ഇങ്ങനെയാണ് സിമിലാരിറ്റി എഴുതുന്നത് കേട്ടോ. അറിയാത്തൊരു പഠിക്കാം. ചെറിയ ട്രയാങ്കിളിനകത്ത് ഈ ഒരു ആംഗിളിന് ഓപ്പോസിറ്റ് എ ഇ ആണ്. വലിയ ട്രയാങ്കിളിനകത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് എ സി ആണ്. ഇപ്പോൾ എ ബൈ എ സി റേഷ്യോ സെയിം ആയിരിക്കും. എ ഡി ഇതിൻ്റെ ഈക്വൽ ആണെന്നല്ല, എ ഡി എ ഈക്വൽ ആണെന്നല്ല, പക്ഷെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ ഒരു റിലേഷൻ എ ഡി എ ബി എ ഡിയുടെ ഇരട്ടിയാണെങ്കിൽ എ സിയും എന്തായിരിക്കും? എ ഇയുടെ ഇരട്ടിയായിരിക്കും. പക്ഷെ അത് സെയിം ആവണമെന്നില്ല. ചിലപ്പോൾ ഇത് 3 6 ആവും, ഇത് 6 12 ആവും. ഇനി ചെറിയ ട്രയാങ്കിളിനകത്ത് ഈ ഒരു ആംഗിളിന് ഓപ്പോസിറ്റ് ഡി ആണ്. വലിയ ട്രയാങ്കിളിനകത്ത് ആ ഒരു ആംഗിളിന് ഓപ്പോസിറ്റ് ബി സി ആണ്. അപ്പോൾ ഇത് അങ്ങനെയാണ് നമ്മൾ സിമിലാരിറ്റി എഴുതുന്നത്. ഇവിടെ നമ്മൾ അതിൻ്റെ ആവശ്യമില്ല. ഏരിയ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് പറയാം എ ഡി എത്രയാണ്? √1 എന്ന് പറയാം അല്ലേ? എ ഡിയും എ ഡി കറസ്പോണ്ടിങ് ആണ് ഡി ബി. എ ഡിയും എ ബി. അപ്പോൾ എ ഡി എന്ന് പറയുന്ന 1 ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും ആണല്ലോ സിമിലർ. ചെറിയ ട്രയാങ്കിൾ ഏതാ? ട്രയാങ്കിൾ എ ഡി. ഇപ്പോൾ ഞാൻ എടുക്കാൻ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. അതും ട്രയാങ്കിൾ എ ബി സി എന്താണ്? സിമിലർ ആണ്. അത് നമുക്കറിയാം സിമിലർ ആണ്. കാര്യം ഇത് പാരലായതുകൊണ്ട് ഈക്വൽ ആംഗിൾസ് എല്ലാം ഈക്വൽ ആയതുകൊണ്ട് പാരലാണ്. അപ്പോൾ സിമിലർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ഡി ചെറിയ ട്രയാങ്കിളിലെ സൈഡ് എ ഡി ഏരിയയുടെ റേഷ്യോ എന്ത് വരും? ചെറിയ ട്രയാങ്കിളിലെ 1 ആണെങ്കിൽ വലിയ ട്രയാങ്കിളിലെ ഏരിയ 2 എന്ന് വരും. അപ്പോൾ സൈഡിൻ്റെ കറസ്പോണ്ടിങ് സൈഡിൻ്റെ റേഷ്യോ എന്ത് വരും? സൈഡിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് സൈഡിൻ്റെ റേഷ്യോ എന്ത് വരും? 1:√2 എന്ന് വരും. അതിൻ്റെ അർത്ഥം എന്താ? ചെറിയ ട്രയാങ്കിളിലെ ഒരു സൈഡ് എ ഡി 1 ആണെങ്കിൽ എ ബി എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ √1. അല്ലെങ്കിൽ എ ഇ 1 ഒരു യൂണിറ്റ് ആണെങ്കിൽ ഒരു യൂണിറ്റ് ഒരു സെൻറ്റിമീറ്റർ എന്നല്ല പറയുന്നത്. ഒരു യൂണിറ്റ് ആണെങ്കിൽ എ സി എന്തായിരിക്കും? √2 ആയിരിക്കും. അതേപോലെ ഡി ഒരു യൂണിറ്റ് ആണെങ്കിൽ ബി സി എന്തായിരിക്കും? √2 യൂണിറ്റ് ആയിരിക്കും. റേഷ്യോ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ അത് വേണ്ട, വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് വേണ്ടത് എ ഡി ഡി ബിയുടെ എ ബിയുടെ റേഷ്യോ ആണ്. ഡി ബി എത്ര കിട്ടും?
ഇവിടുന്ന് ഇവിടെ വരെ റൂട്ട് 2 ആണ്. അതിനകത്ത് ഇവിടുന്ന് ഇവിടെ വരെ 1 ഉണ്ട്. ഈ ബാക്കി എന്ന് പറഞ്ഞാൽ ബി ഡി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? റൂട്ട് 2 നിന്ന് 1 കുറയ്ക്കും. അതാണ് ബി ഡി അല്ലെങ്കിൽ ഡി ബി. ഡി ബി എന്ന് പറഞ്ഞാൽ റൂട്ട് 2 - 1 ആണെങ്കിൽ എ ബി എത്രയാണ്? മൊത്തത്തിൽ റൂട്ട് 2 ആണ്. റൂട്ട് 2 - 1 റേസ് ടു റൂട്ട് 2. റൂട്ട് 2 - 1 റേസ് ടു റൂട്ട് 2 എവിടെ ഉണ്ട്? ഓപ്ഷൻ ഡി ഉണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? പെൻ ഫ്രീ ആണ്. നിങ്ങൾ ക്ലാസ് എടുത്ത് കണ്ടു നോക്കുക. CGL ലെവലിലെ ക്ലാസ്സുകൾ എടുത്ത് കണ്ടു നോക്കുക. ആ ഒരു ലെവലിൽ നിങ്ങൾ പഠിക്കണം, അത്രേ ഉള്ളൂ. അപ്ലിക്കേഷനിൽ നിന്ന് എടുത്ത് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. എവിടെയും കിട്ടാത്ത ക്ലാസ്സിൽ ഞാൻ ഉറപ്പ് തരാം. ബേസ് ലെവൽ മുതൽ പഠിക്കാം, ഫൗണ്ടേഷൻ ലെവൽ മുതൽ പഠിക്കാം. ഇവിടെ നോക്ക്, ഇനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അത് പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വരയ്ക്കേണ്ടി വരും, ജസ്റ്റ് ഒന്ന് ഫിഗർ ഒന്ന് വരയ്ക്കേണ്ടി വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 1:1 ആണ്. മനസ്സിലായി? ഇത് ഈക്വൽ ആണ് എല്ലാം മനസ്സിലായി. 1:1 ആണെങ്കിൽ നമുക്ക് ഡി ബി. അപ്പോൾ ആ ഒരു ഫിഗർ ഒന്ന് വരയ്ക്കുക, ABCDE. അപ്പോൾ ഡി ബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? സൈഡിന്റെ റേഷ്യോ 1:2 ടോട്ടൽ ആണെങ്കിൽ റൂട്ട് 2 ആണ്. ആ ഒരു ഐഡിയ എങ്ങനെ കിട്ടും? സൈഡിന്റെ അല്ലെങ്കിൽ ഏരിയയുടെ റൂട്ട് എടുക്കുക. ഇത് 1 ആണെങ്കിൽ, ചെറുതിന്റെ 1 ആണെങ്കിൽ വലുതിന്റെ 2 ആണ്. ഇതും കൂട്ടുന്നു, 2 ആണ് ഏരിയ. അപ്പോൾ സൈഡിന്റെ റേഷ്യോ 1:2 കിട്ടും. ഇത് 1 ആണെങ്കിൽ മൊത്തത്തിൽ റൂട്ട് 2 ആണ്. ഇതിന്റെ വാല്യൂ എന്ത് കിട്ടും? റൂട്ട് 2 - 1 റേഷ്യോ റൂട്ട് 2. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കും. പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. പെൻ ഫ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഫിഗർ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക, ഇത്രേ ഉള്ളൂ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നല്ല ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതൊന്ന് ചെയ്തേ. യെസ്, ചെയ്യാം. ഇവിടെ പറയുന്നു, ഇൻ ദ ഗിവൺ ഫിഗർ ലെങ്ത് ഓഫ് ആർക്ക് എ ബി ഈസ് ഈക്വൽ ടു 3 times ദ റേഡിയസ് ആർ ഓഫ് ദ സർക്കിൾ. ഇവിടെ തീറ്റയാണ് നമ്മുടെ ആംഗിൾ എങ്കിൽ അതിൻ്റെ ഏരിയ ഓഫ് ദ സെക്ടർ OAB, ഇതിൻ്റെ ഏരിയ ആണ് വേണ്ടത് ഇൻ ടേംസ് ഓഫ് റേഡിയസ് ആർ. അപ്പോൾ നമുക്കൊരു ഫോമുല ഉണ്ട്, ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. അപ്പോൾ നമ്മൾ നോർമലി ആംഗിളിനെ ഡിഗ്രിയിലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആംഗിളിനെ നമുക്ക് ഇവിടെ റേഡിയനിലാണ് പറയുന്നത് കേട്ടോ, റേഡിയനിലാണ് പറയുന്നത്. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ്. അതുപോലെ ഏരിയ ഓഫ് സെക്ടറിന്റെ ഫോമുല ഉണ്ട് നമ്മുടെ. ഏരിയ ഓഫ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ ഓഫ് സെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് സെക്ടർ എന്ന് പറഞ്ഞാൽ θ/360 ഇൻറ്റു πr². അതായത് ടോട്ടൽ മൊത്തത്തിൽ 360 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു സർക്കിളിന്റെ ഏരിയ മൊത്തത്തിൽ വരും. അതാണ് πr². 6 റേഡിയസ് ആണ്. പക്ഷേ നമുക്ക് എത്രയേ ഉള്ളൂ? തീറ്റയേ ഉള്ളൂ. അതായത് 360 ഡിഗ്രിക്ക് πr² ആണ് ഏരിയ എങ്കിൽ θ ഡിഗ്രിക്ക് എത്രയാണ്? അപ്പോൾ അതാണ് നമ്മുടെ ഏരിയയുടെ ഫോമുല. ഇവിടെ പറയുന്നു അതുപോലെ പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ഇവിടെ പറയുന്നു ലെങ്ത് ഓഫ് ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ 3 times ദ റേഡിയസ്. 6 ആണ് നമ്മുടെ റേഡിയസ് എങ്കിൽ 3r ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ആർക്ക് എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് സെക്ടർ വേണം. ഏരിയ സെക്ടർ എന്ന് പറഞ്ഞാൽ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കും, ആംഗിൾ. അപ്പോൾ ആംഗിൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ബൈ റേഡിയസ്. അപ്പോൾ ആർക്ക് എന്ന് പറഞ്ഞാൽ 3r ആണ്, റേഡിയസ് എന്ന് പറഞ്ഞാൽ ആണ്. അപ്പോൾ 3 റേഡിയൻ കിട്ടും. ആംഗിൾ എന്തിലാണ് കിട്ടുന്നത്? റേഡിയനിലാണ്. അപ്പോൾ 3 റേഡിയൻ ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? ആംഗിൾ എന്ന് പറയുന്നത്. പക്ഷേ ആ റേഡിയനിൽ എന്താക്കണം? നമ്മൾ ഡിഗ്രിയിലോട്ട് മാറ്റണം. ഡിഗ്രിയിലോട്ട് മാറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ 360 എന്ന് പറഞ്ഞാൽ ഡിഗ്രിയാണ്. 360 എന്ന് പറഞ്ഞാൽ ഡിഗ്രിയാണ്. തീറ്റയെ നമുക്ക് ഒരിക്കലും എന്തിടാൻ പറ്റത്തില്ല? റേഡിയനിൽ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ റേഡിയൻ എന്ത് ചെയ്യണം? ഡിഗ്രിയിലോട്ട് മാറ്റണം. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ നല്ലതാവുന്നത്. എക്സാം എന്നിട്ട് പറഞ്ഞുതരാം. ഇതിനെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ 3 റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ 180/π ആണ്. അപ്പോൾ 3 റേഡിയൻ എന്ന് പറഞ്ഞാൽ 3 × 180/π ഡിഗ്രിയാണ് അല്ലേ? ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 180/π എന്ന് വരും.
അപ്പോൾ റേഡിയനെ ഡിഗ്രി ആക്കാൻ 150/π കൊണ്ട് പിടിച്ചാൽ മതി. അത് ഇങ്ങനെ എഴുതി തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ആൻസർ എന്ത് വരും? ആൻസർ എന്ന് പറഞ്ഞാൽ കാര്യം റേഡിയസിൽ വേണം. 3 × 180/π ഇതാണ് നമ്മുടെ തീറ്റ ബൈ 360 × πr². ഇവിടെ പൈയും ക്യാൻസൽ ചെയ്തു, 180 ഇതൂടെ വെട്ടി 2 വന്നു, 3/2 r², അതായത് 1.5 r² എന്ന ആൻസർ വരും. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി എക്സാമിന് എങ്ങനെ ചെയ്യാൻ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടു. ലെങ്ത് ഓഫ് ആർക്ക് വന്നിട്ടുണ്ട് 3 ടൈംസ് ഓഫ് റേഡിയസ് ആർ. ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ് നമ്മളെ ആംഗിൾ എന്ന് പറയുന്നത്. ആംഗിൾ 3 റേഡിയനിൽ കിട്ടും, റേഡിയനിലാണെന്ന് ഓർത്തോണം. അതിനെ ഡിഗ്രി ആക്കുക. 3 റേഡിയനെ ഡിഗ്രി ആക്കാൻ 3 × π റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ 180/π ആണ്. അപ്പോൾ 3 റേഡിയൻ എന്ന് പറഞ്ഞാൽ 3 × 180/π ഇതാണ് ആംഗിൾ. അപ്പോൾ തീറ്റ ബൈ 360 × πr² ആണ് ഏരിയ ഓഫ് സെക്ടർ. പൈയും ക്യാൻസൽ ചെയ്യാം, ഇത് 2 വരും. അപ്പോൾ 3/2 r², 1.5 r² നമുക്ക് ആൻസർ കൊടുക്കാം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡും. ഈ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് തന്നിട്ടുണ്ട്. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 ചെയ്യാം. ജോമെട്രി നല്ലൊരു ചാപ്റ്ററാണ്. നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാം. ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. CGL ലെവലുള്ള ക്ലാസ്സുകൾ ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ ടൈം കുറവാണ്, 2 മാസം 3 മാസം കൊണ്ട് നിങ്ങൾക്ക് CGL മാത്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ് എടുക്കാം. CGL ലെവലുള്ള ഫൗണ്ടേഷൻ ലെവലും ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, അതുപോലെ അഡ്വാൻസ് ഇതുള്ള ക്ലാസ് എടുത്ത് പഠിക്കാം. ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നന്നായിട്ട് പഠിക്കുക. നമ്മൾ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും. യെസ്, ഇത് ഹോംവർക്കായിട്ട് 2 ക്വസ്റ്റ്യൻസ് കമൻ്റായിട്ട് ആൻസർ പറയാം കേട്ടോ. അപ്പോൾ ബാക്കി കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസിനൊന്നും ഒരു ലിമിറ്റ് ഇല്ല. അപ്പോൾ അത് നമുക്ക് പാർട്ട് 2 ആയിട്ട് ചെയ്യാം. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ, നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. ഏറ്റവും മികച്ച സമയമാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത്. നാളെ എന്ന് പറയുന്നൊരു സമയമില്ല, അങ്ങനെ വിചാരിച്ച് തന്നെ പഠിക്കുക കേട്ടോ. എപ്പോഴും നിങ്ങളുടെ കയ്യിലുള്ള സമയം മാക്സിമം യൂസ് ചെയ്യുക. അപ്പം ഈ ഒരു ചാനൽ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് വേണം. മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാ ക്ലാസ്സുകളും മുഴുവനായിട്ട് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക കേട്ടോ എല്ലാവരും.